Okay, 6th semester OT and ET hygiene, sanitation, nutrition and diet ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1, purpose of person hygiene. Person hygiene purpose എന്താണ്? Prevent disease ആണ്. Answer B ആണ്. Maintain health and prevent infection. Question 2, hygiene history. Hygiene history എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സും കവർ ചെയ്യുന്നതിനാണ് ഹൈജീൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഡെയിലി ബാത്തിങ് റിമൂവ്സ്. ഡെയിലി ബാത്തിങ് ഡേർട്ട് ആൻഡ് സ്വെറ്റ് റിമൂവ് ചെയ്യുന്നു. ആൻസർ ബി ആണ്. കീപ് ദ സ്കിൻ ക്ലീൻ. ഹാൻഡ് വാഷിംഗ് റിമൂവ്സ് ജേംസ്. ആൻസർ ബി ആണ്. ഇൻഫെക്ഷൻ കുറയ്ക്കും. മിനിമം ഹാൻഡ് വാഷ് ടൈം എത്രയാണ്? 20 സെക്കൻഡ് ആണ്. ആൻസർ സി ആണ്. WHO റെക്കമെൻഡേഷൻ. ബിഫോർ ഈറ്റിംഗ് ഹാൻഡ്സ് മസ്റ്റ് ബി ക്ലീൻ. ഹാൻഡ്സ് നല്ല ക്ലീൻ ആയിരിക്കണം. ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യും, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യും. ആഫ്റ്റർ ടോയ്ലറ്റ് ഹാൻഡ് വാഷിംഗ് പ്രിവെൻറ്റ്സ് ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യും. കാരണം ഫീക്കൽ ഓറൽ റൂട്ട് വഴി ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ടോയ്ലറ്റ് കഴിഞ്ഞിട്ട് ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്യണം. ആൻസർ ബി ആണ്. ഹെയർ ഹൈജീൻ പ്രിവെൻറ്റ്സ് ലൈസ്. നമ്മുടെ തലയിലുള്ള ലൈസിന് അത് ഇൻഫെസ്റ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ആൻസർ എ ആണ്. നെയിൽ ഹൈജീൻ പ്രിവെൻറ്റ്സ് ഇൻഫെക്ഷൻ. നെയിൽസിനകത്ത് ഇൻഫെക്ഷൻ ബാക്ടീരിയ മൈക്രോബ്സ് ഒക്കെ ഉണ്ടാവും. അത് നെയിൽ കട്ട് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. ആൻസർ എ ആണ്. ഓറൽ ഹൈജീൻ പ്രിവെൻറ്റ്സ് പല്ല് നമ്മൾ നന്നായി ക്ലീൻ ചെയ്തില്ലെങ്കിൽ പല്ലിനകത്ത് ഹോൾ വരാം, ഡെന്റൽ കേരീസ് വരാം. അപ്പോൾ ആൻസർ ബി ആണ്. ബ്രഷിംഗ് ഫ്രീക്വൻസി ഒരു ദിവസം 2 തവണ ബ്രഷ് ചെയ്യണം മിനിമം. അപ്പോൾ രാവിലെയും വൈകിട്ടുമാണ് ബ്രഷ് ചെയ്യേണ്ടത്. രാവിലെ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്, വൈകിട്ട് രാത്രി ആഫ്റ്റർ ഫുഡും ബ്രഷ് ചെയ്യണം, ബിഫോർ സ്ലീപ്പും. ആൻസർ ബി ആണ്. ക്ലീൻ വാട്ടർ പ്രിവെൻറ്റ്സ് ഇൻഫെക്ഷൻ. ആൻസർ ബി ആണ്. വാട്ടർ ബ്രോൺ ഡിസീസ്, കോളറ, അത് ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ആൻസർ ബി ആണ്. ബോയിലിംഗ് വാട്ടർ, വെള്ളം ബോയിൽ ചെയ്തിട്ടുണ്ടാകും ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യും. ആൻസർ ബി ആണ്. കിൽസ് ജേംസ് അല്ലെങ്കിൽ പെത്തോജൻസ്. ഫുഡ് ഹൈജീൻ പ്രിവെൻറ്റ്സ് ഇൻഫെക്ഷൻ. കവേർഡ് ഫുഡ് പ്രിവെൻറ്റ്സ് ഡസ്റ്റ് ആൻഡ് ഫ്ലൈസ്. ഫുഡിൽ പലതവണ ഓപ്പണായിട്ട് വെച്ചിരുന്ന അതിൽ ഡസ്റ്റും ഫ്ലൈസും വന്നിട്ടാണ് പല ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ആൻസർ എ ആണ്. സ്ലീപ്പ് ഹൈജീൻ ഇംപ്രൂവ്. സ്ലീപ്പ് കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ആൻസർ ബി ആണ്. ലാക്ക് ഓഫ് സ്ലീപ്പ് കോസസ്. സ്ലീപ്പ് കുറയാണെങ്കിൽ ക്ഷീണം ഉണ്ടാവും. ആൻസർ ബി ആണ്. വീക്ക്നെസ്. ക്ലീൻ ക്ലോത്ത്സ് പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. അവരുടെ സ്കിന്നിലുള്ള ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. ആൻസർ എ ആണ്. ഡേർട്ടി സറൗണ്ടിങ്സ് കോസ് ഡിസീസ്. ചുറ്റുമുള്ള ഏരിയ ഡേർട്ടി ആണെങ്കിൽ പല അസുഖങ്ങളും വരാം. ആൻസർ ബി ആണ്. പബ്ലിക് ഹെൽത്ത് ഫോക്കസ് ആണ്. പബ്ലിക് ഹെൽത്ത് പറഞ്ഞാൽ മൊത്തത്തിൽ പോപ്പുലേഷൻ്റെ കാര്യം നോക്കുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. കമ്മ്യൂണിറ്റി. വേസ്റ്റ് ഡിസ്പോസൽ. പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്താൽ അത് അസുഖം സ്പ്രെഡ് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യും, ഡിസീസ് സ്പ്രെഡിനെ പ്രിവെൻറ്റ് ചെയ്യും. ആൻസർ ബി ആണ്. ഓപ്പൺ ഡിഫിക്കേഷൻ മീൻസ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ മല പോകുന്നതിനാണ് ഓപ്പൺ ഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. എപ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ ഡിഫിക്കേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, വാട്ടർ സീൽ ലാട്രിൻ ആണ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ്. ആൻസർ ബി ആണ്. ഹാൻഡ് സാനിറ്റൈസർ എപ്പോഴും യൂസ് ചെയ്യുന്നത് വെള്ളം ഇല്ലാത്ത സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. വിതൗട്ട് വാട്ടർ. ഷോർട്ട് നെയിൽസ് ക്ലീൻനെസ്സിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആൻസർ ബി ആണ്. ഡേർട്ട് അക്യുമുലേറ്റ് ആവത്തില്ല. ഹെയർ വാഷിംഗ് ഫ്രീക്വൻസി എപ്പോഴൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത്? ആൻസർ റെഗുലർലി. ആൻസർ ബി ആണ്. സേഫ് ഫുഡ് സ്റ്റോറേജ്. സേഫായിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യണം. അതിനായിട്ട് നല്ല മെത്തേഡ് ഫുഡ് കവർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം ഡസ്റ്റും ഫ്ലൈസും ഒന്നും അതിനകത്ത് വരത്തില്ല. ആൻസർ ബി ആണ്. ക്ലീൻ ബെഡിങ് ബെഡും മാട്രസും ക്ലീൻ ആയിട്ടിരുന്നാൽ സ്കിൻ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. ആൻസർ എ ആണ്. വെന്റിലേഷൻ പ്രൊവൈഡ്സ് ഫ്രഷ് എയർ. ആൻസർ എ ആണ്.
ക്രൗഡിങ് ലീഡ്സ് ടു ഒരുപാട് ആൾക്കാർ അടുത്ത് താമസിക്കുകയാണെങ്കിൽ ഡിസീസ് സ്പ്രെഡ് ആവും. ആൻസർ ബി ആണ്, ഡിസീസ് സ്പ്രെഡ്. ഹാൻഡ് ഡ്രൈയിങ് ഇമ്പോർട്ടൻസ്. ഹാൻഡ് ഡ്രൈ ചെയ്യുന്നതിനാണ് ജേംസ് സ്പ്രെഡ് ആവാതിരിക്കുക. വെറ്റ് ഹാൻഡ്സിൽ കൂടെ ജേംസ് സ്പ്രെഡ് ആവും, ഡ്രൈ ഹാൻഡ്സിൽ സ്പ്രെഡ് ആവത്തില്ല. ആൻസർ ബി ആണ്. ടൂത്ത് ബ്രഷ് ചേഞ്ച് ഇൻ്റർവൽ 3 months എന്നില്ല, 3 months ടൂത്ത് ബ്രഷ് ചേഞ്ച് ചെയ്യണം. ആൻസർ ബി ആണ്. മെൻസ്ട്രൽ ഹൈജീൻ പ്രിവെൻറ്റ്സ് ഇൻഫെക്ഷൻ. റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാം. ആൻസർ എ ആണ്. ഫുഡ് ഹൈജീൻ പ്രിവെൻറ്റ്സ് ഫംഗൽ ഇൻഫെക്ഷൻ. കാലിലൊക്കെ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഫുഡ് ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ എ ആണ്. ബോഡി ഓഡർ പ്രിവെൻറ്റഡ് ബൈ ബാത്തിങ്. കുളിക്കുകയാണെങ്കിൽ ബോഡി ഓഡർ റിമൂവ് ചെയ്യാം. ബോഡിക്കകത്തുള്ള ബാക്ടീരിയ റിമൂവ് ആകുമ്പോൾ സ്മെല്ല് കുറയും. അപ്പോൾ ആൻസർ എ ആണ്. വെക്ടർ കൺട്രോൾ ഡിസീസ്. വെക്ടർ മീൻസ് അസുഖം സ്പ്രെഡ് ചെയ്യുന്ന ജീവിയുടെയാണ് വെക്ടർ എന്ന് പറയുന്നത്. ലിവിങ് ഓർഗാനിസത്തിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പം മലേറിയ, ഡെങ്കു ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന മോസ്കിറ്റോ ആണ്. അപ്പോൾ ആൻസർ എ ആണ്. ഗാർബേജ് സെഗ്രിഗേഷൻ. ഗാർബേജിനെ സെപ്പറേറ്റ് ആയിട്ട്, പലതരത്തിലുള്ള ഗാർബേജിനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നന്നായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. പല ഗാർബേജിനെ പല രീതിയിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗാർബേജിനെ സെപ്പറേറ്റ് ആക്കുന്നതാണ് ഗാർബേജ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ക്ലെൻലിനെസ്. ക്ലീൻ വാട്ടർ സ്റ്റോറേജ് പ്രിവെൻറ്റ്സ്. ക്ലീൻ വാട്ടർ സ്റ്റോർ ചെയ്താൽ എന്താണ്, ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പം കണ്ടാമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വെള്ളം ക്ലീൻ ആയി ഇൻഫെക്ഷൻ ആവത്തില്ല. ആൻസർ എ ആണ്. സോപ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻലി ഗ്രീസിനെ റിമൂവ് ചെയ്യുന്നുള്ളതാണ്. ഓയിൽ അല്ലെങ്കിൽ ഡേർട്ടിനെ റിമൂവ് ചെയ്യുക ബേസിക്കലി. ആൻസർ ബി ആണ്. ഇൻഫെക്ഷൻ സ്പ്രെഡ്സ് ബൈ, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഇതിനകത്ത് ആൻസർ ജേംസ് എയർ ഉള്ളിൽ വാട്ടർ ഉള്ളിലുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഇതെല്ലാം സ്പ്രെഡ് ചെയ്യും. ജേംസ് അതിൻ്റെ ആൻസർ ഇൻഫെക്ഷൻ്റെ റീസൺ ആണ്. എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യും, വാട്ടറിൽ കൂടെ സ്പ്രെഡ് ചെയ്യും. അപ്പം ഇതിൽ ജേംസ് എന്ന് എഴുതുന്ന ആൻസർ, പക്ഷേ എയറും വാട്ടറും എല്ലാം അതിൻ്റെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്ത റൂട്ടാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എ, ബി, സി മൂന്നും കറക്റ്റാണ്. ഇതിനകത്ത് അപ്രോപ്രിയേറ്റ് ഒരു ആൻസർ എഴുതുന്നത് എ എഴുതാം. ഹൈജീൻ റെഡ്യൂസസ് ഡിസീസ്. അസുഖം കുറയ്ക്കും. ഹൈജീൻ ഉണ്ടെങ്കിൽ അസുഖം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിറ്റി സാനിറ്റേഷൻ മീൻസ് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ക്ലീൻ വാട്ടർ, ടോയ്ലറ്റ്സ്, ഓൾ എല്ലാം. ആൻസർ ഡി ആണ്. സ്കൂൾ ഹൈജീൻ ഇമ്പോർട്ടൻറ്റ് ഫോർ. സ്കൂൾ ഹൈജീൻ എന്തിനാണ്? കുട്ടികളുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ്. ആൻസർ എ ആണ്. ഹോസ്പിറ്റൽ ഹൈജീൻ പ്രിവെൻറ്റ്സ്. ഹോസ്പിറ്റലിനകത്ത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഹൈജീൻ ആണ്. ആൻസർ എ ആണ്. ക്ലീൻ ഹാൻഡ്സ് ബിഫോർ പേഷ്യൻറ്റ്. പേഷ്യൻറ്റ് പുറത്ത് പോകുന്നതിന് മുമ്പ് കൈ ക്ലീൻ ചെയ്യണം. അത് നിർബന്ധമായും ക്ലീൻ ചെയ്യണം. ആൻസർ ബി ആണ്, മാൻഡറ്ററി. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഇൻക്ലൂഡ് റബ്ബിംഗ് palms, നെയിൽ ക്ലീനിങ്, റിൻസ്, ഓൾ. ആൻസർ ഡി ആണ്. എല്ലാം ചെയ്യണം, എങ്കിൽ ഹാൻഡ് കറക്റ്റായിട്ട് വാഷ് ആവുള്ളൂ, ക്ലീൻ ആവുള്ളൂ. ബാലൻസ്ഡ് ഡയറ്റ് സപ്പോർട്ട്സ് ഹെൽത്ത്. ഹെൽത്തിന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് വേണം. ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ആവും. സേഫ് മിൽക്ക് കൺസംഷൻ. മിൽക്കിനെ ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് സേഫ് ആയിരിക്കും. ആൻസർ ബി ആണ്. പേഴ്സണൽ ഗ്രൂമിങ് മീൻസ് ഹെയർ കെയർ, നെയിൽ കെയർ, ബേതിങ് എല്ലാം പേഴ്സണൽ ഗ്രൂമിംഗ് വരും. ആൻസർ ഡി ആണ്. ഹൈജീൻ പ്രിവെൻറ്റ്സ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് നല്ല. അപ്പോൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ആവും. ആൻസർ എ ആണ്. ഫൈനൽ ഗോൾ ഓഫ് ഹൈജീൻ ഈസ് ഹെൽത്ത്. ആൻസർ എ ആണ്. പ്രൊമോട്ട്സ് വെൽ ബീയിങ്. ബേസിക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് എഴുതിയെടുക്കുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.